കാലവർഷം നേരത്തെ എത്തി. തിരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചതിലും വൈകിപ്പോയി. കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന ഒരു പ്രയാസം മാത്രമാണ് പ്രചരണ രംഗത്ത് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും രാഷ്ട്രീയ കാലാവസ്ഥ അതുകൊണ്ട് കുറച്ചുകൂടി അനുകൂലമായി എന്ന വിലയിരുത്തലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചുള്ളത്. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ച് നിയമസഭയിലെത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിലുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ. സ്ഥാനാർത്ഥിയൊക്കെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. അത് സാങ്കേതികത്വം മാത്രമാണ്. സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ്. 3,56,00,000 വരുന്ന മുഴുവൻ മലയാളികളും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ജനവിരുദ്ധമായി മാറിയ പിണറായി വിജയൻ സർക്കാരിനെ ഒരിക്കൽ കൂടി പാഠം പഠിപ്പിക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോവാൻ നിലമ്പൂരുകാർക്ക് പ്രചോദനമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയുണ്ട്. അവരുടെ പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ അഗ്നി ജ്വലിപ്പിക്കുന്ന, അത് പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് മാറും. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആര് എന്നത് സാങ്കേതികത്വം മാത്രമാണ്. അതിനപ്പുറത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യവും നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവാനിടയായ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എല്ലാ പേരും നല്ല പേരാണ്, മോശം പേരൊന്നും പറഞ്ഞിട്ടില്ല. ശരി, സന്തോഷം.